എല്ലാ ബഹുമാനീയ കർത്തദാസന്മാർ, എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. I greet all servants of God and also the brothers and sisters in the matchless name of our Lord and Savior Jesus Christ. യോബിന്റെ പുസ്തകം ചോദ്യങ്ങളുടെ പുസ്തകമാണ്. The book of Job is a book of questions. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കാണുന്ന പുസ്തകം യോബിന്റെ പുസ്തകമാണ്. In the Bible we have got 66 books. Out of all that, the maximum number of questions we find in the book of Job. ഈ ചോദ്യങ്ങളെ 8 ആയിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. We can divide these questions into 8 groups. ഒന്ന്, ദൈവം സാത്താനോട് ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്. Number 1, there are a lot of questions which God asked Satan. അതിൽ ഒന്നാമത്തെ ചോദ്യം, 8 കൂട്ടം ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യങ്ങൾ മാത്രം നമ്മൾ കണ്ടു പോകുന്നു. So we are going to look at the first group of the questions in the book of Job. ദൈവം സാത്താനോട് ചോദിച്ച ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം 1-ാം അധ്യായം 7-ാം വാക്യം. The first question which God asked Satan is in chapter 1 and verse 7. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു ചോദ്യമാണ്. The first question is, the Lord said to Satan, where have you come from? ദൈവത്തിന് അറിയണം ഇവൻ എവിടെ നിന്നാണ് വരുന്നത്. God wanted to know where Satan is coming from. ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. He said, from roaming throughout the earth, going back and forth on it. ദൈവത്തിന്റെ അടുത്ത ചോദ്യം, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? The second question of the Lord to Satan is, have you considered my servant Job? ഭൂമിയിലുള്ള മറ്റാരുടെ മേലും ദൃഷ്ടി വെച്ചാൽ ദൈവത്തിന് ചോദ്യമില്ല. There was no question of God if Satan had put his eyes on anybody else on this earth. എന്നാൽ എന്റെ ദാസന്റെ മേൽ ദൃഷ്ടി വെച്ചാൽ എനിക്ക് ചോദ്യമുണ്ട്. But if you put your eyes on my servant Job, then I have got a question to ask. ദൈവമക്കളെ, നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ ഇരുട്ടിന്റെ ശക്തികൾ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് ചോദ്യമുണ്ട്. Dear children of God, when Satan tries to put his eyes on us, God has got a problem with it and God will question that. ഇനി രണ്ടാമത്തെ കൂട്ടം ചോദ്യങ്ങൾ സാത്താൻ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളാണ്. The second group of questions is what Satan asked the Lord. അതിൽ ഒന്നാമത്തെ ചോദ്യം 1-ാം അധ്യായം 9-ാം വാക്യം. The first question in that group is in verse 9 of chapter 1. വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? Does Job fear God for nothing? നീ അവനും അവനുള്ളതിനും വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. Have you not put a hedge around him and his household and everything he has? ഇത് ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്കും നമുക്കുള്ളതിനും വേലി കെട്ടി സൂക്ഷിക്കുന്നുണ്ട്. This is not just for a matter for Job, but for all the children of God. God puts a hedge around each of us to protect us. നമ്മുടെ ആക്ഷരികമായ കണ്ണുകൾ കൊണ്ട് അത് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. We might not be able to see that with our fleshly eyes. എലീശായ്ക്ക് ചുറ്റും അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും കാവലായി കിടന്നത് ഗേഹസി കാണുന്നില്ല. Gehazi could not see the angels on the chariots of fire which were surrounding Elisha and his servant. ദൈവം നമുക്ക് നമുക്കുള്ളതിനും വേലി കെട്ടി സൂക്ഷിക്കുന്നുണ്ട്. God puts a hedge around each and every one of us and is protecting us. ഇനി മൂന്നാമത്തെ കൂട്ടം ചോദ്യങ്ങൾ, ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. The third set of questions is from the wife of Job asking Job some questions. അതിൽ ഒന്നാമത്തെ ചോദ്യം 2-ാം അധ്യായം 9-ാം വാക്യം. The first question is from chapter 2 and verse 9. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? Are you still maintaining your integrity? ഇനിയും എന്ന് പറയാൻ കാരണം, ഇതിനു മുമ്പ് പല ആഘാതങ്ങൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. The reason why she's asking, are you still maintaining your integrity is because he went through lot of trials and lot of losses in his life. അവന്റെ 10 മക്കൾ കൊല്ലപ്പെട്ടു. All his 10 children were killed. കഴുതകൾ ശബായൽ വന്ന് പിടിച്ചുകൊണ്ടുപോയി. The donkeys were taken away by Sabeans. ഒട്ടകങ്ങളെ കൽദയർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. Camels were taken away by the Chaldeans. എന്നാൽ അവന്റെ നെറുക മുതൽ ഉള്ളങ്കാൽ വരെ വല്ലാത്ത പരുക്കൾ വന്ന ഓട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചോദ്യം
ഇയ്യോബിന്റെ ഭാര്യയെ ചോദിക്കുന്നു. Job's body was full of sores from head to toe, and he was scratching his body with a piece of metal, with the piece of clay, and that's the time when the wife of Job comes and asks this question to Job. ഇത്രയുമായിട്ടും ദൈവഭക്തി നീ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? Even after all this, are you still maintaining your integrity? ഇനി നാലാമത്തെ കൂട്ടം ചോദ്യങ്ങൾ ഇയ്യോബ് തന്റെ ഭാര്യയോട് ചോദിച്ച ചോദ്യങ്ങളാണ്. The fourth set of questions is the questions which Job asked his wife. അതിൽ ഒന്നാമത്തെ ചോദ്യം 2-ാം അധ്യായം 10-ാം വാക്യം. The first question which she asked is in verse 10 of chapter 2. നാം അവന്റെ കയ്യിൽ നിന്ന് നന്മ പ്രാപിച്ചു, തിന്മയും പ്രാപിക്കേണ്ടതല്ലയോ? Shall we accept good from God and not just trouble? ദൈവം നന്മ മാത്രം നൽകുന്ന ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അഹങ്കാരികളും നിഗളികളുമായി തീരും. God is not a God who just gives us blessings and prosperity, because if that is all that we receive from God, we will become proud and haughty in our lives. നമ്മുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കാനാണ് നന്മയുടെ കൂടെ തിന്മയും ദൈവം നൽകുന്നത്. The reason why God is giving bad along with the good is because that we should not lose our eternity with Him. ഇനി 5-ാമത്തെ കൂട്ടം ചോദ്യങ്ങൾ. The fifth set of questions. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ഇയ്യോബിനോട് ചോദിച്ച അനവധി ചോദ്യങ്ങളുണ്ട്. The friends of Job who came to comfort him asked him lot of questions. 4 സ്നേഹിതന്മാരാണ് ഇയ്യോബിനോട് സംഭാഷിക്കാൻ വന്നത്. 4 of his friends came to speak to him. Eliphaz, Bildad, Sophar, എലിഹു and Elihu. അനവധി ചോദ്യങ്ങൾ ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ഇയ്യോബിനോട് ചോദിച്ചു. Lot of questions were asked by his friends to Job. അതിൽ ഒന്നാമത്തെ ചോദ്യം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. The first question is in chapter 4 and verse 2. 4-ാം അധ്യായം 2-ാം വാക്യം. നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? If someone ventures a word with you, will you be impatient? മുഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഈ സ്നേഹിതന്മാർ ഇയ്യോബിനോട് ചോദിച്ചത്. The questions which these friends asked Job was all the questions which could make him impatient. ഇയ്യോബ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പൊട്ടുവൈദ്യന്മാർ, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. He says to his friends that you are not good comforters, but rather you are miserable comforters to me. ദൈവം എന്നെ ശോധന കഴിക്കുകയാണ്, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. God is testing me at this time, and I will come out like pure gold. 6-ാമത്തെ കൂട്ടം ചോദ്യങ്ങൾ. The sixth set of questions ഇയ്യോബ് സ്നേഹിതന്മാരോട് ചോദിച്ച ചോദ്യങ്ങളാണ്. are the questions which Job asked his friends. അനവധി ചോദ്യങ്ങൾ ഇയ്യോബ് സ്നേഹിതന്മാരോട് ചോദിക്കും. Job asked lot of questions to his friends. അതിൽ ഒന്നാമത്തെ ചോദ്യം 3-ാം അധ്യായം 11-ാം വാക്യം. The first question which he asked is Job chapter 3 and verse 11. 3-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാതിരിച്ചത് എന്ത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. Why did I not perish at birth and die as I came from the womb? This is the first question. 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് തന്റെ കഷ്ടതയുടെ മധ്യത്തിൽ ജന്മദിവസത്തെ ഒക്കെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. In chapter 3 and verse 1 to 10, in his severe suffering, Job is even cursing the day in which he was born. 11-ാം വാക്യത്തിൽ ചോദ്യം ചോദിക്കുന്നു, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാത്തതെന്ത്? In the 11th verse he is asking this question, why did I not perish at birth and die as I came from the womb? ഈ ചോദ്യത്തെ പിന്നെ ദൈവം ഇയ്യോബിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. God is questioning Job regarding this question later in the book. അത് നമ്മൾ പുറകാലെ കാണുന്നുണ്ട്. We will see that later on. 7-ാമത്തെ കൂട്ടം ചോദ്യങ്ങൾ, the seventh set of questions ദൈവം ഇയ്യോബിനോട് ചോദിച്ച ചോദ്യങ്ങളാണ്. are the questions which God asked Job. 84 ചോദ്യങ്ങളാണ് ദൈവം ഇയ്യോബിനോട് ചോദിച്ചത്. God asked 84 questions to Job. 38, 39, 40, 41 4 അധ്യായങ്ങളിലായി 84 ചോദ്യങ്ങൾ ദൈവം ഇയ്യോബിനോട് ചോദിച്ചു. From chapters 38 to 41, God asked 84 questions to Job. അതിൽ ഒന്നാമത്തെ ചോദ്യം 38-ാം അധ്യായം 2-ാം വാക്യം. The first question out of that is Job chapter 38 and verse 2. അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇളാക്കുന്നു ഇവനാ. Who is it
Who is this that obscures my plans with words without knowledge? ഇവൻ എന്ന് അവിടെ ചോദിക്കുന്നത് ഇയ്യോബിനെ ചൂണ്ടിക്കൊണ്ടാണ്. അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന ഇതിലാക്കിയ ഇയ്യോബേ നീ ആരെന്നാണ് ചോദ്യം. The question is, Job, who are you that obscures my plans with words without knowledge? അവൻ പറഞ്ഞ അറിവില്ലാത്ത വാക്ക് ജന്മദിവസത്തെ ശപിച്ചതാണ്. The words which he said without knowledge is cursing his own day of birth. അത് ദൈവം ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചോദ്യമല്ല. God does not expect that question from anyone. മെനയപ്പെട്ട പാത്രം കുശവനോട് നീ എന്നെ എന്തിനിങ്ങനെ മെനഞ്ഞു എന്ന് ചോദിക്കുവാൻ അവകാശമില്ല. The pot does not have any right to ask the potter, why Lord did you make me like this pot? പക്ഷേ ഇയ്യോബ് തന്റെ ജന്മദിവസത്തെ ശപിച്ചു. എന്തിന് ഞാൻ ഇങ്ങനെ ജനിച്ചു എന്ന് ചോദിച്ചത് ദൈവം ഇവിടെ ചോദ്യം ചെയ്യുക. When Job asked God, why did I not die at the day of birth? God is returning that question. He is questioning Job regarding that question. തുടർന്ന് 83 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. And after that there are 83 more questions which he asked. എട്ടാമത്തേതും ഒടുവിലത്തേതുമായ കൂട്ടം ചോദ്യങ്ങൾ ഇയ്യോബ് ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളാണ്. The final set of questions is group of questions is what the questions which Job asked God. അതിൽ ഒന്നാമത്തെ ചോദ്യം 40-ാം അധ്യായം 3-4 വാക്യങ്ങൾ. The first question in that group is chapter 40 and verses 3 and 4. അതിന് ഇയ്യോബ് ദൈവത്തോട് പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? He says, then Job answered the Lord, I am unworthy, how can I reply to you? അനവധി ചോദ്യങ്ങൾ ദൈവം ഇയ്യോബ് നമ്മൾ പുറകാലെ കാണുന്നുണ്ട്. ദൈവം ഇയ്യോബിനോട് ചോദിക്കുമ്പോൾ ഇയ്യോബ് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, ഇതിനൊക്കെ ഞാൻ നിന്നോട് എന്തുത്തരമാണ് പറയേണ്ടത്? When God asked those 84 questions to Job, after that Job is returning the question to God, Lord, what will I reply to you for all the questions which you asked? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ഇയ്യോബിനോട് ചോദിച്ച അനവധി ചോദ്യങ്ങളിലെ ഒരു ചോദ്യമാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. Today we are going to look at one question out of all the questions which Job's friend asked Job. We are going to look at one question which they asked. 15-ാം അധ്യായം 9-ാമത്തെ വാക്യം. Chapter 15 and verse 9. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ഇയ്യോബിനോട് ചോദിച്ച ചോദ്യം, ഞങ്ങൾ അറിയാത്തതായി നീ എന്തറിയുന്നു? ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തൊന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു? They are asking Job, what do you know that we do not know? What insights do you have that we do not have? ഞങ്ങൾക്കെല്ലാം അറിയാം, ഇയ്യോബേ നീ എന്തറിഞ്ഞിരിക്കുന്നു? They are telling Job, we know everything. There's nothing that we do not know. What do you know that we do not ഈ know? ചോദ്യത്തിന്റെ മറുപടിയായി ഇയ്യോബ് പറയുന്നതായ തന്റെ 5 അറിവുകളുണ്ട്. To reply, as a reply to this question, Job is giving 5 knowledges that he has, or understanding that he has. ആ 5 അറിവുകളാണ് ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ ആകത്തുക. The summary of this book of Job is these 5 replies which Job gives to this ഈ question. മക്കൾ കൊല്ലപ്പെട്ടു, കഴുതകൾ പോയി, ഒട്ടകങ്ങൾ പോയി, അതെല്ലാം ഈ 5 അറിവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. Yes, my children, the children were lost, all the sheep and the cattle are all gone, but all these were linked to these 5 questions. ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ രത്ന ചുരുക്കം ഇയ്യോബിന്റെ 5 അറിവുകളാണ്. The core summary of the book of Job is these 5 understandings which Job had. ഈ 5 അറിവുകളാണ് സുവിശേഷത്തിന്റെ ആകത്തുകയും. The 5 understandings which Job had is the summary of the gospel as well. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇയ്യോബിന്റെ 5 അറിവുകളാണ്. What is the gospel? This is the gospel, the 5 understandings which Job had. ചോദ്യം എന്താണ്? ഞങ്ങൾക്കറിയാത്തതായി ഇയ്യോബേ നിനക്ക് എന്തറിയാം? What is the question? What do you know that we do not know? ഇയ്യോബ് പറയുന്ന തന്റെ ഒന്നാമത്തെ അറിവ്, ഞാൻ പാപിയാണെന്നുള്ള അറിവ് എനിക്കുണ്ട്. The first understanding which Job gives is that I have got an understanding that I am a sinner. 9-ാം അധ്യായം 28,
29 വാക്യങ്ങൾ. Chapter 9 verses 28 and 29. ഞാൻ എന്റെ വസനമൊക്കെ ഓർത്ത് ഭയപ്പെടുന്നു. നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിയുന്നു. ഇത് ഇയ്യോബിന്റെ പ്രസ്താവനയാണ്. നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിയുന്നു. This is Job's statement. He said, "For I know you will not hold me innocent." ഞാൻ ദോഷിയാണ്, ഞാൻ പാപിയാണ്, ഇത് എനിക്കറിയാം. I know that I'm a sinner and I'm not worthy to stand before God. ഇതാണ് സുവിശേഷത്തിന്റെ ഒന്നാമത്തെ പടി. This is the first step of the gospel of Jesus Christ. സുവിശേഷ പ്രസംഗത്തിൽ നടക്കുന്നത് മനുഷ്യർക്ക് പാപബോധം കൊടുക്കുക എന്നുള്ളതാണ്. In a gospel message we try to make sure that people have got an understanding that they are sinners in front of God. പാപബോധം വന്നാലേ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടത്തുള്ളൂ. Only if there is a proper understanding of or conviction of sin, then they will come to salvation. അപ്പോൾ ഇയ്യോബിന്റെ ഒന്നാമത്തെ അറിവ്, ഞാൻ ദോഷിയാണ്, ഇതെനിക്ക് നന്നായിട്ട് അറിയാം. The first understanding of Job is, I know and I really know that I'm a sinner in front of God. ഇയ്യോബിന്റെ രണ്ടാമത്തെ അറിവ്, The second understanding of Job, ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. I know that I will be made righteous. 13-ാം അധ്യായം 18-ാമത്തെ വാക്യം. Chapter 13 and verse 18. 13-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഇതാ ഞാൻ എന്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് ഞാൻ അറിയുന്നു. Now that I have prepared my case, I know I will be vindicated or justified. ഇത് വിശ്വാസമാണ്. This is faith. പാപബോധം വന്നു കഴിഞ്ഞാൽ മാനസാന്തരത്തിലേക്ക് തുടർന്ന് നയിക്കപ്പെടുന്നത് വിശ്വാസമാണ്. Once we are convicted of sin, it is faith that leads us to salvation. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. It is by faith and by grace that you are saved. അപ്പോൾ ഒന്നാമത്തെ ഇയ്യോബിന്റെ അറിവ്, ഞാൻ ദോഷിയാണ്, ഞാൻ പാപിയാണ്. The first understanding of Job is that I am a sinner and I'm not worthy to stand before God. രണ്ടാമത്തെ ഇയ്യോബിന്റെ അറിവ്, ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് എനിക്കറിയാം. The second understanding of Job is that I will be vindicated or justified by God. ഇയ്യോബ് നീതീകരിക്കപ്പെട്ടത് 42-ാം അധ്യായത്തിലാണ്. Job was justified in chapter 42 of the book of Job. അതുവരെ ദൈവം മൗനം ദീക്ഷിച്ചു. Till that time God was silent. 42-ാം അധ്യായത്തിൽ ദൈവം ഇയ്യോബിന്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി എന്റെ ദാസനായ ഇയ്യോബ് പ്രാർത്ഥിക്കട്ടെ. In chapter 42 God says to his friends, you don't have to pray, but Job will pray for you. ഞാൻ അവന്റെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് അന്നേരം തീരുമാനിക്കും. I will hear his prayer and then I will decide as to what you should do. അവൻ പ്രാർത്ഥിച്ചു, ദൈവം ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. Job prayed and God considered the prayer of Job. അപ്പോൾ രണ്ടാമത്തെ ഇയ്യോബിന്റെ അറിവ്, ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. The second understanding of Job is that I will be certainly justified before God. ഇയ്യോബിന്റെ മൂന്നാമത്തെ അറിവ്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് എന്ന അറിവ്. The third understanding of Job is that I have a redeemer. 19-ാം അധ്യായം 25-ാം വാക്യം. Chapter 19 and verse 25. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. I know that my redeemer lives and that in the end he will stand on the earth. വീണ്ടെടുപ്പുകാരനുണ്ടെന്നുള്ള അറിവ്. The understanding that I have a redeemer. ആരാണ് വീണ്ടെടുപ്പുകാരൻ? Who is the redeemer? നഷ്ടപ്പെട്ടത് മുഴുവൻ വീണ്ടെടുത്തു കൊടുക്കുന്നവനാണ് വീണ്ടെടുപ്പുകാരൻ. The redeemer is the one who redeems everything that was lost. എന്റെ 10 മക്കൾ നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ട മക്കളെ വീണ്ടെടുത്തു തരാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. I lost my 10 children, but I have a redeemer who can redeem all my 10 children. എന്റെ കഴുതുകൾ പോയി, ഒട്ടകങ്ങൾ പോയി, എന്റെ ആരോഗ്യം പോയി, ഇത് മുഴുവൻ വീണ്ടെടുത്ത് തരാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. I lost all my wealth and all my cattle and all my health, but I have a redeemer who can redeem all that was lost. ദൈവമേ, നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവൻ വീണ്ടെടുത്ത് തരാൻ കഴിയുന്ന
ഒരു വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. Hallelujah. Children of God, I want to tell you that whatever you have lost in your life, we have a Redeemer who lives, who can redeem all that we have lost. 2026 നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ നിന്റെ കയ്യിൽ ലഭിക്കുന്ന വർഷമാണെന്ന് ഞാൻ പ്രവചനാത്മാവിൽ പ്രവചിച്ചു പറയുന്നു. Oh, in the prophetic realm, I just want to prophesy that this 2026 is a year when God will redeem all that was lost in your നിന്റെ life. അവകാശം നഷ്ടപ്പെട്ടെങ്കിൽ, തലമുറ നഷ്ടപ്പെട്ടെങ്കിൽ അത് മുഴുവൻ വീണ്ടെടുത്ത് തരാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. If you have lost your inheritance, if you have lost your children, we have a Redeemer who lives, who can redeem all that we have lost. ഈ വീണ്ടെടുപ്പുകാരൻ ആരാണ്? Who is this Redeemer? യിരെമ്യാ പ്രവചനം 50-ാം അധ്യായം 33-34 വാക്യങ്ങൾ. Jeremiah chapter 50 verses 33 and 34. ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുപോലെ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരെ Israelites, പിടിച്ചുകൊണ്ടുപോയവർ വിട്ട് തരത്തിൽ. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായം 33-34. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുപോലെ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവരെയും അവരെ വിട്ടു തരാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യം: എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ, Amen. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. Amen. The people of Israel are oppressed, and the people of Judah as well. All their captors hold them fast, refusing to let them go. Yet their Redeemer is strong. The Lord Almighty is his name. Hallelujah. വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അശൂർ സാമ്രാജ്യം വന്ന് പിടിച്ചുകൊണ്ടുപോയി. The northern kingdom of Israel was captured by the kingdom of Assyria. തെക്കേ രാജ്യമായ യഹൂദയെ ബാബിലോൺ സാമ്രാജ്യം വന്ന് പിടിച്ചുകൊണ്ടുപോയി. The southern kingdom of Judah was taken over by Babylon. ആ പിടിച്ചുകൊണ്ടുപോയവർ തിരികെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ആ രണ്ടു കൂട്ടരും മുതുകെ പിടിച്ചുകൊണ്ടിരിക്കുക. Both these captors are holding these captives fast and saying, we will not let these captives go. ദൈവം പറയുന്നു വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞ് Amen. പിടിമുതുക്കിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിച്ച് മടക്കിക്കൊണ്ട് തരും. കാരണം എന്റെ നാമം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാണ്. Amen. The Lord is saying, the captors might be saying that I will not let these captives go, but God is saying, I will free them because I am the Redeemer and I will bring them back home. നിന്റെ എന്തെല്ലാം ഇരുട്ടിന്റെ ശക്തികൾ ശത്രു പിടിച്ചുകൊണ്ട് പോയോ അത് മുഴുവൻ മടക്കി നിന്റെ കയ്യിൽ തരുവാൻ കഴിയുന്നവനാണ് ഈ വീണ്ടെടുപ്പുകാരൻ. This Redeemer is mighty and strong to redeem all that the devil has taken away from you. വാസ്തവത്തിൽ ഇത് പ്രസംഗിക്കാനല്ല ഇവിടെ വന്നിരുന്ന സമയം വരെ ഞാൻ ചിന്തിച്ചത്. Hallelujah. When I came, I did not come prepared to preach this message today. വേറെ പ്രസംഗമാണ് ഒരുക്കി ഞാൻ ഇവിടെ വന്നിരുന്നത്. I had prepared another message to preach here. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഇത് ഇവിടെ പ്രസംഗിക്കാൻ പോകും. But the Lord told me that I should preach this message here. അതുകൊണ്ടാണ് ഞാൻ തപ്പി ഇങ്ങനെ പ്രസംഗിക്കുന്നത്. That is why I'm going a little bit slow. കാരണം വേണ്ടുന്ന ഒരുക്കം ഈ വിഷയത്തിൽ ഇല്ലാതെ പോയി. Because I'm not fully prepared for this particular നിന്റെ subject. എന്തെല്ലാം ഇരുട്ടിന്റെ ശക്തികൾ പിടിച്ചുകൊണ്ട് പോയോ Amen. 2026 Hallelujah. അവരുടെ കയ്യിൽ നിന്ന് Amen. വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞ നിന്റെ കുടുംബ സ്വത്ത്, നിന്റെ പിതൃസ്വത്ത്, നിന്റെ നന്മ, നിന്റെ അവകാശം, നിന്റെ കൈകളുടെ അധ്വാനഫലം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിടിവിട്. യേശുവിന്റെ നാമത്തിൽ വിട്ട് തരത്തില്ല, പിടിവിടത്തില്ലെന്ന് പറഞ്ഞ വാദിച്ചു നിൽക്കുന്ന ദുഷ്ടന്റെ പോയിന്റുകൾ ഇന്ന് തൽക്കാലം അഴിയട്ടെ. നിന്റെ വിയർപ്പിന്റെ അധ്വാന ബലം മറ്റു ചിലരുടെ കയ്യിലാണ്. What you have worked for is in somebody else's hands right now. നിനക്ക് ന്യായമായി ലഭിക്കേണ്ടതായ പിതൃസ്വത്ത് തരത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന അവരുടെ മുമ്പിൽ നിന്റെ നന്മ,
നിന്റെ കയ്യിലേക്ക് തന്നെ വരും. Where people are stopping the inheritance, ancestral inheritance, which you rightly have to get, where people are blocking it, God will give it back into your hands. കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് അപ്പം വേണ്ട, ഒരപ്പം നുറുക്ക് കിട്ടിയാൽ എനിക്ക് തൃപ്തി വരും, എന്റെ കുഞ്ഞിന് സൗഖ്യം വരും. The Canaanite woman came to Jesus and he said, I don't want the bread, but I just want the crumb of bread. That will bring healing to my child. കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല. Jesus said, we will not give the bread of the children to the dogs. അപ്പോൾ മക്കളുടെ കയ്യിലാണ് ഈ അപ്പം ഇരിക്കുന്നത്. So it is in the hands of the children that this bread is there. ആവശ്യക്കാരി മേശയുടെ കീഴിൽ ഇരിക്കുകയാണ്. The needy is sitting underneath the table. അപ്പം തരത്തില്ലെന്ന് പറഞ്ഞ മക്കളെന്ന് പറയുന്നവർ പിടിമുറുക്കിയാലും അവന്റെ കയ്യിൽ നിന്ന് ചിലത് ചോർന്ന് നിന്റെ അടുക്കൽ വരും. These children might stop you getting the bread which rightly belongs to you, but even at that time some of the breadcrumbs are going to fall out from their hands, and that will bring healing to your hands. ചില അവകാശവാദങ്ങൾ ഉന്നയിച്ച്, അനാവശ്യമായ അവകാശങ്ങൾ ഉന്നയിച്ച് മക്കളെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുന്ന നിന്റെ നന്മ, നിന്റെ അപ്പം, അത് അവരുടെ കയ്യിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് കടന്നു വരുമെന്നാ ദൈവാത്മാവ് പറയുന്നത്. The Holy Spirit is telling you the bread which is in the hands of certain people and are saying that they will not come to you. God is saying it will come from their hands into your hands today morning. Hallelujah. ഇയ്യോബിന്റെ നാലാമത്തെ അറിവ് തന്റെ മരണത്തെ പറ്റി, മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള അറിവ്. The fourth knowledge or the understanding which Job had was about his death and the life after death. ഇയ്യോബിന്റെ പുസ്തകം 30-ാം അധ്യായം 23-ാം വാക്യം. Job chapter 30 and verse 23. മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. I know you will bring me down to death, to the place appointed for all the living. എന്റെ മരണശേഷം ഞാൻ ഏത് വീട്ടിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം. After my death, I know to which house I will be going. ഇയ്യോബിന്റെ ചോദ്യം, സ്നേഹിതരെ, ഈ അറിവ് നിങ്ങൾക്കുണ്ടോ? The question of Job to his friends is, my friends, do you have this understanding? ഞങ്ങൾക്കെല്ലാം അറിയാമെന്നല്ലയോ നിങ്ങളുടെ അവകാശവാദം? You said that you know everything. മരണശേഷം ഏത് വീട്ടിൽ ചെല്ലുമെന്ന് നിങ്ങൾക്കറിയത്തില്ല. You do not know to which house you will reach after you die. എനിക്കറിയാം I ഞാൻ know. ഏത് വീട്ടിലേക്കാണ് പോകുന്നത്. I know to which house I am going after I die. ഇതാണ് സുവിശേഷത്തിന്റെ നാലാമത്തെ പടി. This is the fourth step of the gospel of Jesus Christ. ഒന്ന്, പാപബോധം വരിക. Number one, being convicted of sin. രണ്ട്, നീതീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസം. Number two, faith, having faith that we will be justified. മൂന്ന്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. Third, I have a redeemer. നാല്, മരണാനന്തര ജീവിതത്തെ പറ്റി എനിക്കറിയാം. Number four, I know about life after death. ഇയ്യോബിന്റെ അഞ്ചാമത്തെ അറിവ് 42-ാം അധ്യായം 2-ാമത്തെ വാക്യം. The fifth knowledge which Job had was in Job chapter 42 and verse 5. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. Verse 2, I know that you can do all things. No purpose of yours can be thwarted. തന്റെ വീണ്ടെടുപ്പുകാരന്റെ കഴിവിനെ പറ്റിയുള്ള അറിവ്. The understanding of the power of his redeemer. ദൈവത്തിന് സകലവും കഴിയുമെന്നുള്ള അറിവ്. The understanding that my redeemer can do anything. ഈ ആശയം വരുന്ന പല വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ദൈവത്തിന് സകലവും കഴിയും. There are a lot of verses which convey the same message as to this verse. അത് ആദ്യം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. We see that first in Genesis chapter 18 and verse 14. യഹോവയുടെ ദൂതൻ സാറായിയോട് പറഞ്ഞതാണ്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? This is spoken by the angel of the Lord to Sarah. It says, is anything
too hard for the Lord. അടുത്ത വർഷം നിനക്കൊരു മകനെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. When the angel of the Lord told Sarah that she will have a child next year, inside she laughed. ദൂതൻ ചോദിച്ചു, സാറായി നീ ചിരിച്ചതെന്താ? The angel of the Lord asked Sarah, why did you laugh? അവൾ പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. She said, I did not laugh. ഒരു കള്ളമാണ് പറഞ്ഞതെന്ന് നമുക്ക് പെട്ടെന്ന് വേണേ പറയാം. Suddenly we can say that, okay, she lied at that time. പക്ഷേ അവൾ പറഞ്ഞതിന്റെ അകത്തൊരു ഭാഗിക സത്യമുണ്ട്. But there's a partial truth in what Sarah said. ഇന്നേ വരെ അവളുടെ ഹൃദയം ചിരിച്ചിട്ടില്ല. അവളുടെ ഹൃദയം ഇതുവരെ ചിരിച്ചിട്ടില്ല. Her heart, കാരണം അവൾക്കൊരു കുഞ്ഞില്ല. till this time, she has never laughed because she never had a child. പിറ്റേ വർഷം ഞാൻ ചിരിച്ചില്ലെന്ന് ഏത് കൂടാരവാതിക്കൽ നിന്നുകൊണ്ട് പറഞ്ഞോ, ആ കൂടാരവാതിക്കൽ ചിരിയെന്ന അർത്ഥമുള്ള ഇസ്ഹാക്കിനെ കയ്യിലെടുത്തുകൊണ്ട് അവളുടെ അകവും പുറവും ചിരിക്കത്തക്കവണ്ണം സാറായുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം കൊടുത്തു. In the very house where she said, I did not laugh, 1 year later God gave a child whom she named Isaac, which means laughter. God was faithful to fill her hearts and minds with laughter exactly 1 year in the same place where she said, I did not laugh. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളം വിങ്ങുന്നുണ്ട്. അത് കണ്ട് സ്വർഗത്തിലെ ദൈവം ആകം ചിരിക്കത്തക്കവണ്ണം ദൈവം വിഷയങ്ങൾക്ക് വിടുതൽ നൽകുന്നവനാണ്. In front of others we might be laughing, but inside we might be hurting and crying. But our God is faithful to turn our tears into joy. ഈ വാക്യം ഇതേ നിലയിൽ പുതിയ നിയമത്തിലുണ്ട്. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. This verse is exactly repeated in Luke chapter 1 and verse 37. ദൂതൻ കന്യക മറിയാമിനോട് പറഞ്ഞതാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. This is told by the angel of the Lord to Mary. He says in verse 37, for no word from God will never fail. For nothing is too impossible with God. നിനക്കൊരു മകനെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവില്ലാത്ത എനിക്കോ ഇത് സംഭവിക്കാൻ പോകുന്നത്. When the angel of the Lord told Mary that you are going to get a child, her question was, will I get a child who do not even have a husband? ദൈവം പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. God said there is nothing which is impossible to God. ഈ വാക്യം ദൈവം തന്നെ ഏറ്റെടുത്ത് പറഞ്ഞു. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യം. In Jeremiah chapter 32 and verse 27, God repeats the same verse there. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? I am the Lord of all the flesh. Is anything too hard for me? അപ്പോൾ ഇയ്യോബിന്റെ 5-ാമത്തെ അറിവ് തന്റെ വീണ്ടെടുപ്പുകാരന്റെ കഴിവിനെ പറ്റിയുള്ള അറിവ്. So the fifth understanding which Job had was about the power of his Redeemer. എന്താണ് ആ കഴിവ്? What is that? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. What is that ability? Let's look at Philippians chapter 3 and verse 21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. അതിനുള്ള കഴിവുണ്ട്. He has got the ability, and we eagerly wait a savior from there, the Lord Jesus Christ, who by the power that enables him to bring everything under his control will transform our lowly bodies so that they will be like his glorious body. ഇതാണ് സുവിശേഷത്തിന്റെ 5-ാമത്തെ പടി. This is the fifth step of the gospel. കർത്താവ് മടങ്ങി വരും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ ആ ശക്തിയുള്ള ശരീരവുമായി, ആ പുനരുദ്ധാനത്തിന്റെ ശരീരവുമായി അനുരൂപമാക്കും. Our Jesus will come back and he will transform our lowly bodies so that we will be like his, we will have the same glorious body which Jesus is having. ഇയ്യോബിനെ തന്റെ കഷ്ടതയുടെ മധ്യത്തിൽ ധൈര്യപ്പെടുത്താൻ ദൈവം ഇയ്യോബിന്റെ മുമ്പിൽ കൂടി തന്റെ സൃഷ്ടികളിൽ പലതിനെയും കടത്തിവിടുന്നുണ്ട്. During the time of affliction, to encourage or strengthen Job,
we see God sending Lord of his creation in front of Job. ഒന്നാമത് ഭൂമിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചോദിക്കുന്നു. Number one, he asks lot of questions regarding the earth. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടായിരുന്നു? When I laid the foundations of the earth, where were you? ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം നീ ചെന്നിട്ടുണ്ടോ? Have you gone up to the storehouse of the snow? അത് കഴിഞ്ഞിട്ട് നക്ഷത്ര ജാലങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. Then he asked Job lot of questions about the galaxies and the stars. അതിനുശേഷം പക്ഷികളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. He asked lot of questions regarding the birds of the air. അതിനുശേഷം മൃഗങ്ങളിൽ ചിലതിനെ ഇയ്യോബിന്റെ മുമ്പിൽ കൂടി കടത്തിവിട്ടു. And then God sent lot of animals in front of Job. അതിൽ നമ്മള് കൂടുതൽ അടുത്തിടപെടാത്ത അപ്പോൾ തന്നെ കാതുമായി ബന്ധപ്പെട്ട 3 മൃഗങ്ങളെ ദൈവം ഇയ്യോബിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. God revealed 3 animals which we are not very familiar with, but he revealed them to Job and asked some questions. അതും കൂടെ പറഞ്ഞ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. I would like to share that and then close. പല മൃഗങ്ങളെ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ കാതുമായി ബന്ധപ്പെട്ട നമ്മൾ കൂടുതൽ അടുത്തിടപെടാത്ത 3 മൃഗങ്ങളെ ദൈവം ഇയ്യോബിന്റെ മുമ്പിൽ കടത്തിവിട്ടു. He revealed 3 animals from wildlife which we are not very familiar with, but he revealed them to Job. അതിൽ ഒന്നാമത്തെ മൃഗം 39-ാം അധ്യായം 10-ാം വാക്യം. The first one is in chapter 39 and verse 10. കാട്ടുപോത്തിനെ ശ്രദ്ധിച്ചോ, കാട്ടുപോത്തിനെ നിനക്ക് കാതിട്ട്, ഇനി കാണാൻ പോകുന്ന 2 മൃഗങ്ങളിൽ കാത് കാണാം, ഉഴവിന് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ നിലം നിരത്തുമോ? Will the wild ox consent to serve you? Will it stay by your manger at night? ഈ കാട്ടുപോത്തിന്റെ കഴുത്തിൽ കാതിടുന്നത് എന്തിനാണ്? കലപ്പ വയ്ക്കാൻ. കലപ്പ വെച്ച് കാതുകൊണ്ട് കെട്ടാമോ ഈ കാട്ടുപോത്തിന്റെ കഴുത്തിൽ? Why do they make the harrow with a band on the wild ox? It's for them to plow the ground. കാട്ടുപോത്തിന്റെ കഴുത്തിൽ കലപ്പ വെച്ചാൽ അതിനെ തല ഉയർത്താൻ കഴിയത്തില്ല. If you put the pharaoh on the neck of the wild dogs, it will not be able to lift up his neck. അപ്പോൾ കഴുത്തിന് കാതിടുന്നത് തല ഉയർത്താതിരിക്കാനാണ്. So they put the band on the neck so that the neck or the head will not be lifted up. ഇത് നടക്കുന്ന കാര്യമല്ല. കാട്ടുപോത്തിന്റെ കഴുത്തിൽ കാതും കൊണ്ട് ചെന്നാൽ ഇവൻ എത്ര പീസായി തീരുവെന്ന് പിന്നെ എണ്ണിപ്പതുക്കി എടുത്താൽ മതി. This is not something which is possible, because if somebody tries to put a pharaoh a band on the neck of the wild ox, we will have to see how many pieces will he return as. ഇത് നടക്കുന്ന കാര്യമല്ല. This is not something which is possible. ഇതിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. ശേഷം 2 മൃഗങ്ങളെ കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് I would like to point out 2 more animals and then I'll come back to കാതുമായി ബന്ധപ്പെട്ട 2-ാമത്തെ മൃഗം. ആദ്യം ആ മൃഗത്തിന്റെ പേര് നോക്കാം. 40-ാം അധ്യായം 15-ാമത്തെ വാക്യം. Let's look at the name of this animal, verse chapter 40 and verse 15. ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹയം ഉണ്ടല്ലോ. ഈ മൃഗത്തിന്റെ പേര് ബെഹിമോത്ത്, നദീഹയം. Look at Behemoth which I made along with you. ഈ അടുത്തിടെ ഒരു മലയാളം ബൈബിളില് ഈ നദീഹയത്തിന് നീർക്കുതിരയെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു മലയാളം വാക്യം ഞാൻ കാണുകയുണ്ടായി. Recently I saw in one of the Malayalam translations that instead of this Nadihayam it is mentioned Neerkudira, seahorse, hippopotamus. അപ്പൊ നദീഹയം എന്ന് പറയുന്നത് ഹിപ്പോപ്പൊട്ടാമസ്, നീർക്കുതിരയാണ്. So the behemoth which is mentioned here is the hippopotamus. ഇനി 24-ാം വാക്യം. Then verse 24. അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ? അതിന്റെ മൂക്കിൽ കാൽ കോർക്കാമോ? Can anyone capture it by the eyes or trap it and pierce its nose? അപ്പോൾ നദീഹയത്തിന്റെ മൂക്കിൽ കാതിടാമോ എന്നാണ് ചോദ്യം. This question is, can we put a rope through the nose of a hippopotamus? നടക്കുന്ന കാര്യം വല്ലതുമാണ്. മൂക്കിൽ കാതുവാടി എന്നാൽ കൊണ്ടുപോകുന്നവന് അതിന്റെ വായിൽ ഇരിക്കുമെന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. This is not something which is possible. If somebody tries to do that, he could meet his end. എന്തിനാണ് മൂക്കിൽ കാതിടുന്നത്? കുതിച്ച് ചാട്ടത്തെ
ആ പാച്ചിലിനെ തടയാനാണ് മൂക്കിൽ കാതിടുന്നത്. Why do they put the rope through the nose? Why do they pierce the nose? It's for them to capture or hold back the galloping or the going forth of the animal. കാളയുടെ പോത്തിന്റെ മൂക്കിൽ കാതിടുന്നത് കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് മൂക്കിൽ കാതിടുന്നത്. For an ox or a bullock, the reason why we put the rope through the nose is to control the animal. അതുപോലെ നദീഹയത്തിന്റെ മൂക്കിൽ കാതിടാമോ? അത് ഒരിക്കലും നടക്കത്തില്ല. The question is, can we put the rope through the nose of a hippopotamus? The answer is we can never do that. കാട്ടുപോത്തിന്റെ കഴുത്തിൽ കാതിടാമോ? തല പൊക്കാതിരിക്കാൻ. Can you put a rope on the neck of the wild dogs so that it will never raise its head? നദീഹയത്തിന്റെ മൂക്കിൽ കാതിടാമോ? കുതിച്ചു പാച്ചലിനെ ഒന്ന് പിടിച്ചു നിർത്താൻ. Can you put a rope through the nose of the hippopotamus so that we can stop the galloping or going forward of this animal? ഇനി മൂന്നാമത്തെ മൃഗം കാതുമായി ബന്ധപ്പെട്ട് 41 അധ്യായം 1 വാക്യം. And the third animal is in chapter 41 on verse 1. മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിന്റെ നാക്ക് കാത് കൊണ്ട് അമർത്താമോ? Can you pull in Leviathan with a fish hook or tie down its tongue with a rope? ഈ മഹാനക്രം ലിവ്യാദാൻ എന്നൊക്കെ പറയുന്നത് മുതലയാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I have heard people say that the Leviathan or Mahanakram is a crocodile or alligator. ആ മഹാനക്രത്തിന്റെ നാക്ക് കാതിടാൻ പോയാൽ എങ്ങനെ ഇരിക്കും? നടക്കുന്ന കാര്യമല്ലോ. What will happen if we try to put a rope around the tongue of the alligator? എന്തിനാണ് നാക്ക് കാതിടുന്നത്? സംസാരിപ്പിക്കാതിരിപ്പാൻ. Why do they want to put a rope around the tongue of the animal so that it will not talk again? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, കാട്ടുപോത്തിന്റെ കഴുത്തിൽ കാതിടുന്നത് തല ഉയർത്താതിരിക്കാൻ. Now we can think like this. The reason why we put a rope around the neck of the wild ox is because so that it will not raise its head. നദീഹയത്തിന്റെ മൂക്കിൽ കാതിടുന്നത് കുതിച്ചു പാച്ചൽ ഒന്ന് പിടിച്ചു നിർത്താൻ. The reason why they want to put a rope through the nose of the hippopotamus is so that to stop its galloping. മഹാനക്രത്തിന്റെ നാക്കിൽ കാതിടുന്നത് സംസാരിപ്പിക്കാതിരിപ്പാൻ. The reason why they want to put the rope around the tongue of the alligator is that it should never speak again. ഇയ്യോബേ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെങ്കിൽ നിന്റെ തല ഉയർത്താതിരിക്കാൻ ആര് കാത് കൊണ്ടുവന്നാലും അത് നടക്കത്തില്ല. God is telling Job, if these three things are not possible, I want to tell you something. No matter what the devil might try to do in your life, it will not be possible in your life. നിന്റെ കുതിച്ചു പാച്ചലിനെ തടയുവാൻ ആര് കാത് കൊണ്ടുവന്ന് മൂക്കിലിടാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. No matter who may try to bring a rope and pull you down and put it through your nose to stop your galloping, it will not happen, Job. കർത്താവിന് വേണ്ടി സംസാരിക്കേണ്ടവരെ മൗനം ദീക്ഷിപ്പിക്കാൻ ആര് കാത് കൊണ്ടുവന്നാലും നടക്കത്തില്ല. No matter who might come and try to tie the tongue of the people who have God's spokesperson, it will not happen. ഒരു നിമിഷം തലകളെ വണക്കാൻ, കണ്ണുകൾ അടയ്ക്കാം. Shall we bow down our heads in prayer? നിന്റെ തല ഉയർത്താതിരിക്കാൻ എത്രയോ കാതുമായി ഇരുട്ടിന്റെ ശക്തികൾ കടന്നു വന്നു. ദൈവം പറയുന്നു, ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. The Lord is saying, the forces of darkness tried to come and put a rope on your neck so that you will not lift your head up, but I did not allow that to happen. തല താണു പോകത്തക്കുള്ള സംഭവങ്ങൾ 2025 കടന്നു വന്നു. തല താഴുവാൻ ഞാൻ സമ്മതിച്ചില്ല. Lot of incidents came in your life to lower your head, but God is saying, I did not allow that to happen. തല ഉയർത്തി തന്നെ നിൽക്കത്തക്കവണ്ണം ഞാൻ സഹായിക്കും. 2026 പല വിഷയങ്ങളിലും തലമുതിർന്ന വിഷയങ്ങളിൽ തല ഉയർത്തി നിൽക്കത്തക്കവണ്ണം എന്റെ കരം ചലിപ്പിക്കാം. I will move my hand. രക്തം ജയം, യേശുവിന്റെ രക്തം
ജയം. ലോബോ 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 ശബ്ബോ ലംബോ വൈശാലായേ. കുടലബലബ ശബ്ദലബ ശയബലബ. കുതിച്ച് പായലിന് തടസ്സമിട്ട് ഒന്ന് പിടിച്ചു നിർത്താമോ, മൂക്കിൽ കാതിടാമോ എന്ന് വച്ച് ആര് കാത് കൊണ്ടുവന്നാലും ദൈവം സമ്മതിച്ചു കൊടുക്കത്തില്ല. No matter who might come against you to try to rope you in so that you will not move forward, God will not allow that to happen. ഉത്സാഹിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉത്സാഹത്തിന് താല്പര്യക്കുറവ് വരുത്തി മൂക്കിൽ കാതിടാൻ ഇരുട്ടിന്റെ ശക്തികൾ വന്നാലും ദൈവം വിട്ടുകൊടുക്കത്തില്ല. Even if the forces of darkness will come against our children who wants to study very actively, even if the devil tries to stop that, God will not allow that to happen. കുതിച്ചു പായേണ്ട തലമുറകളെ കുതിച്ചു പായത്തക്കവണ്ണം തന്നെ സ്വർഗത്തിലെ ദൈവം കൂടെ ഇരുന്ന് സഹായിക്കും. Our children who has to prosper in their studies, God will help them to prosper in their studies. നാക്കിൽ കാതിടാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. God will not allow our tongues to be tied. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. Hallelujah. May God bless us by these words. Hallelujah.